ബാർക്ക് റേറ്റിംഗ് യുദ്ധം മുറുകിയിരിക്കെ റിപ്പോർട്ടർ ടിവി ഡിജിറ്റൽ ഹെഡ് ഉണ്ണി ബാലകൃഷ്ണൻ ചാനൽ വിട്ടു എന്നതാണ് എല്ലാ മാധ്യമങ്ങളിലെയും വാർത്ത. ഏഷ്യാനെറ്റ് ന്യൂസിലേക്കാണ് ഉണ്ണിയുടെ ചുവടുമാറ്റം. തുടർച്ചയായ രണ്ടാം ആഴ്ചയും ബാർക്ക് റേറ്റിംഗിൽ ഏഷ്യാനെറ്റിനെ വെട്ടി റിപ്പോർട്ടർ ഒന്നാം സ്ഥാനം പിടിച്ചിരിക്കെ ഏഷ്യാനെറ്റിന്റെ നിർണായക നീക്കമായി ഉണ്ണിയുടെ വരവ്. 19ാമത്തെ ആഴ്ച റിപ്പോർട്ടർ റേറ്റിംഗ് പോയിന്റ് 105.69 ആണ്. ഏഷ്യാനെറ്റ് ന്യൂസ് 98.25 പോയിന്റ്. എന്തായാലും ഈ ചാനൽ റേറ്റിംഗ് യുദ്ധത്തിൽ റിപ്പോർട്ടർ ചാനലിലെ തിളങ്ങുന്ന മുഖമായ ഉണ്ണി ബാലകൃഷ്ണനെ വീണ്ടും തങ്ങളുടെ പാളയത്തിൽ എത്തിച്ച് ഏഷ്യാനെറ്റ് ചെക്ക് പറഞ്ഞിരിക്കുകയാണ്. ബാർക്ക് റേറ്റിംഗിൽ തുടർച്ചയായ ആഴ്ചകളിൽ എതിരാളികളില്ലാതിരുന്ന ഏഷ്യാനെറ്റ് ന്യൂസിനെ ഇൻഡോ പാക് സംഘർഷവും ഓപ്പറേഷൻ സിന്ദൂറും വന്നതോടെയാണ് റിപ്പോർട്ടർ റേറ്റിംഗിൽ പിന്നിലാക്കിയത്. മികച്ച ഗ്രാഫിക്സും നാടകീയമായ അവതരണവും പുതിയ തലമുറയെ ആകർഷിച്ചുവെന്ന് വേണം കരുതാൻ. എന്തായാലും ചാനൽ യുദ്ധത്തിൽ മേൽക്കൈ തിരിച്ചുപിടിക്കാൻ ഏഷ്യാനെറ്റ് ശ്രമിക്കുന്നതിന്റെ ഭാഗമായുള്ള തന്ത്രപരമായ നീക്കമാണ് ഉണ്ണി ബാലകൃഷ്ണന്റെ തിരിച്ചുവരവ്. എഡിറ്റർ ഇൻ അഡ്വൈസർ എന്ന പദവിയിലേക്കാണ് ഏഷ്യാനെറ്റ് ന്യൂസിലെ ഉണ്ണി ബാലകൃഷ്ണന്റെ നിയമനം. എഡിറ്റോറിയൽ വൈദഗ്ധ്യവും ഉപദേഷ്ടാവിന്റെ ചുമതലകളും കൂടി ചേരുന്ന ജോലിയാണിത്. ഉള്ളടക്ക ഗുണനിലവാരം, തന്ത്രപ്രധാന ദിശയിലേക്കുള്ള ചുവടുവയ്പ് തുടങ്ങിയവയിൽ എഡിറ്റർമാരെ ഉപദേശിക്കാൻ എഡിറ്റർ ഇൻ അഡ്വൈസർക്ക് കഴിയും. ഏഷ്യാനെറ്റിലെ നിലവിലെ അധികാര ശ്രേണിയെ ഉണ്ണിയുടെ വരവ് ബാധിക്കുകയില്ലെന്ന് ചുരുക്കം. നികേഷ് കുമാർ എഡിറ്റർ ഇൻ ചീഫ് പദവി ഒഴിഞ്ഞ ശേഷം അരുൺകുമാറും സുജയ പാർവതിയും അടക്കം ശ്രദ്ധേയ മുഖങ്ങളുണ്ടെങ്കിലും റിപ്പോർട്ടർ ചാനലിന് വിശ്വാസ്യത നൽകിയിരുന്നത് മുതിർന്ന മാധ്യമ പ്രവർത്തകനായ ഉണ്ണി ബാലകൃഷ്ണനാണ്. ഉണ്ണിയുടെ ഏഷ്യാനെറ്റിലേക്കുള്ള മടക്കം റിപ്പോർട്ടറിനെ ഏൽപ്പിക്കുന്ന ക്ഷീണം ചെറുതല്ല. 1969 ആലപ്പുഴയിൽ ജനിച്ച ഉണ്ണി ബാലകൃഷ്ണൻ 1994 കലാകൗമുദി ആഴ്ചപ്പതിപ്പിൽ സബ് എഡിറ്ററായിട്ടാണ് മാധ്യമപ്രവർത്തന ലോകത്തേക്ക് കടന്നുവന്നത്. 2 വർഷങ്ങൾക്ക് ശേഷം 1996 ഏഷ്യാനെറ്റ് ന്യൂസിൽ സബ് എഡിറ്ററായി ദൃശ്യമാധ്യമ രംഗത്ത് ചുവടുവച്ചു. 2011 വരെ ഏഷ്യാനെറ്റ് ന്യൂസിൽ വിവിധ ഉന്നത തസ്തികകളിൽ സേവനമനുഷ്ഠിച്ചു. 1998 മുതൽ 2011 വരെ 12 വർഷം ഡൽഹി കേന്ദ്രീകരിച്ചായിരുന്നു പ്രവർത്തനം. 2012 മാതൃഭൂമിയിൽ ചേർന്ന അദ്ദേഹം ന്യൂസ് ചാനലിന്റെ ചീഫ് എഡിറ്ററായി പ്രവർത്തിച്ചു. ഒടുവിൽ 2021 ചീഫ് ഓഫ് ന്യൂസ് ആയി പ്രവർത്തിക്കുമ്പോഴാണ് ചാനലിൽ നിന്നും രാജിവെക്കുന്നത്. യു ടോക്ക് എന്ന ഓൺലൈൻ ചാനലിലും പ്രവർത്തിച്ച ശേഷമാണ് ഉണ്ണി ബാലകൃഷ്ണൻ റിപ്പോർട്ടർ ചാനൽ റീലോഞ്ച് ചെയ്തപ്പോൾ അവിടെ എത്തിയത്.